അയൽരാജ്യവുമായുള്ള ബന്ധം ഉലയുന്നതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്. വിഷയത്തിൽ ഇതാദ്യമായിട്ടാണ് പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. സമാധാനത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും എന്നാൽ ഏത് അനിഷ്ട സംഭവത്തെയും നേരിടാൻ പാകിസ്ഥാൻ സജ്ജമാണെന്നും ഷഹബാസ് ഷരീഫ് പറഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികളിൽ വിമർശനവുമായി പാകിസ്ഥാനിലെ മന്ത്രിമാരടക്കം രംഗത്ത് വരുന്നതിനിടയിലാണ് ഷഹബാസ് ഷരീഫിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട നിഷ്പക്ഷവും സുതാര്യവുമായ ഏത് അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണ്. തെളിവില്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു. സമാധാനത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായിട്ടും ഇസ്ലാമാബാദ് സഹകരിക്കാൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞതിന് പിന്നാലെയാണ് ഷരീഫിന്റെ പ്രസ്താവന. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പഹൽഗാമിനടുത്തുള്ള ബൈസരൻ പുൽമേടിൽ ഭീകരരുടെ വെടിയേറ്റ 26 പേർ സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും മരണത്തിന് കീഴടങ്ങി. ഭീകരതയ്ക്ക് മറുപടിയായിട്ട് പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധത്തിൽ പിന്നോട്ടു പോകാനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരോട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അട്ടാരി അതിർത്തിയിലെ സംയോജിത ചെക്ക് പോയിന്റും അടച്ചുപൂട്ടി. പിന്നാലെ ഇന്ത്യക്കെതിരെ വലിയ വിമർശനങ്ങളുമായി പാക് മന്ത്രിമാരും രംഗത്തെത്തി. സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഏകപക്ഷീയ തീരുമാനം അംഗീകരിക്കാനാകില്ല എന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. എന്നാൽ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോട് ദയ കാണിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി. ഭീകരാക്രമണത്തിന് ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ തുടച്ചു നീക്കുമെന്നും 140 കോടി ഭാരതീയരുടെ ഇച്ഛാശക്തി ഭീകരവാദികൾക്ക് കനത്ത അടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന് ഭീകര സംഘടനയായ TRF അറിയിച്ചു. ഇന്ത്യ സൈബർ സംഘം അക്കൗണ്ടിൽ നുഴഞ്ഞു കയറിയതാണെന്നും ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് വിശദീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കുന്നതാണ് ലഷ്കർ ഇ തൊയ്ബ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ വിശദീകരണം. ഇന്ത്യൻ സൈബർ വിഭാഗം അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി എന്നതാണ് TRF ആരോപിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്താവന അക്കൗണ്ടിലിട്ടത് ഇന്ത്യൻ ഏജൻസികളാണ് എന്നാണ് TRFന്റെ വിശദീകരണം. കാശ്മീരി ചെറുത്തുനിൽപ്പിന് അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത പ്രചരണത്തിന്റെ ഭാഗമാണ് ഇതെന്നും സംഘടന അവകാശപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ഇന്ത്യൻ സൈബർ ഇന്റലിജൻസ് പ്രവർത്തകരാണെന്നും TRF കുറ്റപ്പെടുത്തി. 26 പേർക്ക് നേരെ നിറയൊഴിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി കടുപ്പിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായിട്ട് ഭീകര സംഘടന രംഗത്തെത്തിയത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന ആദിൽ ഹുസൈൻ തോക്കർ വിദ്യാർത്ഥി വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകര സംഘത്തോടൊപ്പം ചേർന്നത് എന്ന അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തി. 2018 പാകിസ്ഥാനിലേക്ക് പോകും മുൻപ് തന്നെ ഭീകര സംഘടനകളോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ആദില് പിന്നീട് കുടുംബവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഉന്നത വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ആദിലിന്റെ വീട് അധികൃതർ സ്ഫോടനത്തിൽ തകർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.